Hello guys, നമ്മൾ ചെയ്യുന്ന question number 125 valid palindrome. A phrase is a palindrome if after converting all uppercase letters into lowercase letters and removing all non-alphanumeric characters, it reads the same forward and backward. Alphanumeric characters include letters and numbers. Given a string as return true if it's palindrome or false otherwise. അതായത് നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. ആ സ്ട്രിങ്ങിനകത്ത് നമ്മൾ നോൺ ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കോമ സ്പേസ് അതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അതിനെല്ലാം ലോവർ കേസ് കൊടുക്കണം. അങ്ങനെ ആക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രിങ് കിട്ടും. അതിനെ ഫ്രണ്ടിൽ നിന്ന് വായിച്ചാലും ബാക്കിൽ നിന്ന് വായിച്ചാലും ഈക്വൽ ആണെങ്കിലാണ് പാലൻഡ്രോം എന്ന് പറയുന്നത്. പാലൻഡ്രോം ആണെങ്കിൽ ട്രൂ റിട്ടേൺ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് കാണുന്ന കണ്ടീഷൻ. ഫസ്റ്റ് കാണുന്ന കണ്ടീഷനകത്ത് മാനെ പ്ലാൻ കനാല പനാമ അതിനെ നമ്മൾ നോൺ ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സിനെ റിമൂവ് ചെയ്യും. അതിനെല്ലാം ലോവർ കേസ് ആകുമ്പോൾ ഇങ്ങനെ റൺ കിട്ടും. അതിനെ തിരിച്ച് കഴിയുമ്പോൾ മാൻ അതിനാണ് ഇത്. അപ്പോൾ ഇത് പാലൻഡ്രോമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഡ്യൂഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് റിമൂവ് നോൺ ആൽഫാന്യൂമറിക്സ് നമ്മൾ എങ്ങനെ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് ഈ സ്ട്രിങ് ആ ഫംഗ്ഷനിൽ പാസ് ചെയ്യുക. ഈ സ്ട്രിങ് ആ ഫംഗ്ഷനിൽ പാസ് ചെയ്യുക. എന്നിട്ട് ആ ഫംഗ്ഷനിൽ പോയിട്ട് തന്നെ അതിൽ നിന്ന് നോൺ ആൽഫാന്യൂമറിക്കെല്ലാം റിമൂവ് ചെയ്യുക. എന്നിട്ട് തിരിച്ചൊരു സ്ട്രിങ് സെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് നമുക്ക് സ്റ്റാർട്ടിങ് ടു പോയിന്റർ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റർ ഇവിടെ എസ്, എൻഡിങ് പോയിന്റർ ഇവിടെ ഇ. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ആൽഫാന്യൂമറിക് ക്യാരക്ടർ ആണോ, അതായത് നമ്പറോ ലെറ്ററോ ആണോ നോക്കും. അതെ, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകും. എസ് ഇതായി ഇവിടെ പോകും. എസ് ഇതായി സ്പേസ് വരും. ടി ഇതായി ഇവിടെ വരും. അപ്പോൾ നമ്മൾ നോക്കും എസ് സ്പേസ് ആണ്. അപ്പോൾ ആൽഫാന്യൂമറിക് അല്ല, നമ്പറോ ലെറ്ററോ അല്ല, സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. എസ് മുന്നോട്ട് പോകും. എസ് ഇവിടെ വരും. എമ്മും കമ്പയർ ചെയ്യും. ആൽഫാന്യൂമറിക് ക്യാരക്ടർ ആണോ നമ്പറോ ലെറ്ററോ ആണ്. ടു ലോവർ കേസ് ആകും. രണ്ട് ലോവർ കേസ് ഓൾറെഡി ആണ്. ഈക്വൽ ആണോ, ഈക്വൽ ആണ്. സ്കിപ്പ് മുന്നോട്ട് പോകും. എസ് എയും പിന്നെ ചെക്ക് ചെയ്യും. ഈക്വൽ ആണോ മുന്നോട്ട് പോകും. എസ് ഇവിടെ വരും. ഇ ഇവിടെ വരും. എന്നും ചെക്ക് ചെയ്യും. ഈക്വൽ ആണോ മുന്നോട്ട് പോകും. എസ് കോമയിൽ വരും. ഇ എയിൽ വരും. എസ് കോമൺ വന്നപ്പോൾ അത് ആൽഫാന്യൂമറിക് ക്യാരക്ടർ ആണോ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഫെയിലായി. അപ്പോൾ അത് മുന്നോട്ട് പോകും. സ്പേസ് ഒന്നും ആൽഫാന്യൂമറിക് ആണോ അല്ല, ലെറ്റർ വരുന്നിടം വരെ മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ എയും ഇയും തമ്മിൽ കമ്പയർ ചെയ്യും. ഈക്വൽ ആണ്, മുന്നോട്ട് പോകും. എസ് ഇവിടെ വരും. ഇ ഇവിടെ വരും. എസ് പിന്നെയും നോൺ ആൽഫാന്യൂമറിക് ക്യാരക്ടർ വിട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകും. എസ് ഇവിടെ വരും. പിയും കമ്പയർ ചെയ്യും. ഈക്വൽ ആണ്, രണ്ടും മുന്നോട്ട് പോകും. ഈ നോൺ ആൽഫാന്യൂമറിക് ക്യാരക്ടറിൽ സ്പേസിൽ വന്ന് കിടക്കുന്നു. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യും. ഇവിടെ വരും. ഈ കോളനം നോൺ ആൽഫാന്യൂമറിക് ആണ്, പിന്നെ സ്കിപ്പ് ചെയ്യും. ഇവിടെ വരും. അപ്പോൾ ലെറ്റർ കാണുന്നവരെ സ്കിപ്പ് ചെയ്യും. പിന്നെ എല്ലാം കമ്പയർ ചെയ്യും. പിന്നെ മുന്നോട്ട് പോകും. ഈക്വലോ എ നമ്പർ മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ വൈൽ ലൂപ്പ്, അതായത് എസ് ലെറ്റേഴ്സ് ആൻഡ് ഇ എന്ന് പറഞ്ഞ വൈൽ ലൂപ്പിന് പുറത്തിറങ്ങുവാണെങ്കിൽ അർത്ഥം എല്ലാ ലെറ്റേഴ്സും ഈക്വൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പാലൻഡ്രോം. അപ്പോൾ അതാണ് നമ്മുടെ ലോജിക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് താഴ്ത്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ആൽഫാന്യൂമറിക്. നമ്മൾ നോൺ ആൽഫാന്യൂമറിക് ക്യാരക്ടർ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോവർ കേസ് ആക്കാം. പക്ഷേ ലോവർ കേസ് ആക്കാനായിട്ടും നോൺ ആൽഫാന്യൂമറിക് ആക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇൻബിൽഡ് സി ടൈപ്പ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. ഈ സാലനം അല്ലെങ്കിൽ ടു ലോവർ എന്ന് പറഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ആസ്കി പ്ലേ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻബിൽഡ് മെത്തേഡ് സി ടൈപ്പ് ഫംഗ്ഷൻ അത് വരുന്ന ഇൻബിൽഡ് മെത്തേഡ് ഈ ടു ലോവർ വിളിച്ച് നോക്കാം. ലോജിക് ഫിൽട്ടർ ആകണം. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് നമുക്ക് ഈ സാലനം സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ടു ലോവർ സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സ്വന്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ഇതിനകത്ത് ക്യാർ വെച്ച് എങ്ങനെ ലോവർ കേസും പിന്നെ ക്യാർ വെച്ച് ആൽഫാന്യൂമറിക് ആണ് എങ്ങനെ ചെക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഒരു നോളജാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എടുക്കാം. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എടുക്കും. എൽ ഈക്വൽ ടു ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് കൂട്ടാം. ഈക്വൽ എന്നാണ് 0. ഇൻഡ് ആർ ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് ലെങ്ത് -1 while L less than R. ആൽഫാന്യൂമറിക് അല്ല നോൺ ആൽഫാന്യൂമറിക്കൽ ക്യാരക്ടർ ആണോ ചെക്കിങ്. അപ്പം ചെക്കിങ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. വൈ L less than R, അതായത് എത്ര എണ്ണം നോൺ ആൽഫാന്യൂമറിക് ആണോ അത്രയും തവണ സ്കിപ്പ് ചെയ്യണം. അത്രയും തവണ സ്കിപ്പ് ചെയ്യാനായിട്ട് വൈൽ ലൂപ്പിനകത്ത് നമ്മൾ ഇടും. അപ്പം വൈൽ ലൂപ്പിനകത്ത് എത്ര തവണ നോൺ ആൽഫാന്യൂമറിക് ആണോ അത്രയും തവണ സ്കിപ്പ് ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ. ആൽഫാന്യൂമറിക് ആണോ ചെക്ക് ചെയ്യുന്ന സി ടൈപ്പ് പാക്കേജിനകത്ത് വരുന്ന ആൽഫാന്യൂമറിക്കൽ ആണോ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനകത്ത് ഇടുന്ന ക്യാരക്ടർ ആൽഫാന്യൂമറിക്കൽ, അതായത് നമ്പറോ ലെറ്ററോ ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ആവും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ആവും. അപ്പം ഇവിടെ നമ്മൾ നോട്ട് ഈസ് ആൽഫാനം എന്നർത്ഥം ഇത് നമ്പറോ ലെറ്ററോ അല്ലെങ്കിൽ കറണ്ട് ഈ ഫസ്റ്റ് പോയിന്റർ നമ്പറോ ലെറ്ററോ അല്ലെങ്കിൽ
നമ്മൾ സ്കിപ്പ് ചെയ്യും. while less than r and r minus നമ്പർ ലാസ്റ്റ് പോയിന്റർ നമ്പർ ലെറ്റർ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഇതും സി സി ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്ന വരുന്ന ടു ലോവർ ഫംഗ്ഷനാണ്. ഇതും ഇൻബിൽഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈസ് എസ് ഓഫ് എൽ എസ് ഓഫ് ആർ ഒന്നുണ്ടെങ്കിൽ ടു ലോവർ ആക്കണം. സോറി, എപ്പോഴും അത് ട്രൂ അല്ല. അതായത് രണ്ട് നമ്പർ ഈക്വൽ അല്ല. ടു ലോവർ ആയിട്ടുള്ള എസ് ഓഫ് ആറോ വെക്ടർ ആയിട്ടോ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോൾസ്. പാലിൻഡ്രോം അല്ല. വൈൽ ലൂപ്പിന് ഉള്ളിൽ വന്നതിന് അർത്ഥം എന്താണ്? എല്ലാം ഈക്വൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ പാലിൻഡ്രോം ആണ്. റണ്ണിങ് നോക്കാം. സോറി, ഞാൻ ഇവിടെ വൈൽ ലൂപ്പ് ഇൻക്രിമെന്റ് മറന്നു. ഓക്കെ, നമുക്ക് ഇത് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഈ ഈസ് ആൽനം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ടു ലോവർ ആണ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേറെ പേര് കൊടുക്കാം. ഈസ് alpha to lowercase and small ഈസ് ആൽഫ നാം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ? ഈസ് ആൽഫ നാം എന്താണ് റിട്ടേൺ ചെയ്യുന്ന ഒരു ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ടൈം എന്ത് കൊടുക്കും? ബൂൾ കൊടുക്കും. ഈസ് ആൽഫ നാം കൊടുക്കും. നമ്മൾ എന്താണ് ആർഗ്യുമെന്റ് എടുക്കുന്നത്? ഒരു ക്യാരക്ടറാണ് ആർഗ്യുമെന്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പോയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് ആൽഫ ന്യൂമറിക്കൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യണം, ആൽഫ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതങ്ങനെ ചെയ്യും. CH greater than or equal to A and then the CH less than or equal to capital Z or CH greater than or equal to small a and then the CH less than or equal to small z or CH greater than or equal to 0 and then the CH less than or equal to 9. അത് ലെറ്റേഴ്സോ നമ്പേഴ്സോ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലായി? അതായത് ഇതെല്ലാം ആസ്കി വാല്യൂസായിട്ട് കമ്പയർ ആവുന്നത്. CH എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ക്യാരക്ടർ നമ്മൾ റിലേഷൻ ഓപ്പറേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുവിൻ്റെ ആസ്കി വാല്യൂസ് ആണ് കമ്പയർ ആവുന്നത്. ക്യാപിറ്റൽ എന്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 65 ആണ്. അപ്പോൾ കറണ്ട് ക്യാരക്ടർ ക്യാപിറ്റൽ 65, ജിന്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 + 26 ഇതിലായിരിക്കും. അപ്പം അതിനിടയ്ക്കാണ് ഈ ക്യാരക്ടർ കിടക്കുന്നതിന് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ സിന് ഇടയ്ക്കാണ് ആ ക്യാരക്ടർ കിടക്കുന്നത്. അതായത് ക്യാപിറ്റൽ ABCD എന്തിലായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആണ്. അതായത് ആസ്കി വാല്യൂസ് കണ്ടിന്യൂസ് ആണ്. A 65 ആണ് A എന്നുണ്ടെങ്കിൽ B 66 ആയിരിക്കും, C 67 ആയിരിക്കും, D 68 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സ്മോൾ a 97 ആണ്. അപ്പം സ്മോൾ ബി എന്നായിരിക്കും 98 ആയിരിക്കും, 99 ആയിരിക്കും സ്മോൾ സി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ എയിനും സിനും ഇടയ്ക്കണം ഈ ക്യാരക്ടർ. ഇതിൻ്റെ ആസ്കി വാല്യൂ ആയിരിക്കും കമ്പയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്മോൾ എക്കും സ്മോൾ സിക്കും ഇടയ്ക്കണം. അപ്പം സ്മോൾ ക്യാപിറ്റലേക്കും ക്യാപിറ്റൽ സിക്കും ഇടയ്ക്കണോ, സ്മോൾ എക്കും സ്മോൾ സിക്കും ഇടയ്ക്കണോ, അതോ 0ക്കും 9നും ഇടയ്ക്കണമെന്നോ? 0 എന്നാണ് ക്യാരക്ടറാണ്. ഇത് ക്യാരക്ടർ 0 ആണ്. ക്യാരക്ടർ 0 ആസ്കി വാല്യൂ വേറൊരു വാല്യൂ ഉണ്ട്, ക്യാരക്ടർ 9 ആസ്കി വാല്യൂ വേറൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ രണ്ടിനും ഇടയ്ക്കാണ് ക്യാരക്ടർ ഇടയ്ക്ക് നോക്കും. അതുമാണെങ്കിൽ ആൽഫ ന്യൂമറിക്കലാണ്, അങ്ങനെയാണെങ്കിൽ ട്രൂ, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇങ്ങനെയാണ് ആൽഫ ന്യൂം എന്ന് പറഞ്ഞാൽ എന്ത്
ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അവിടെ നമുക്ക് ടു ലോവർ കേസ് പറഞ്ഞ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ടു ലോവർ കേസ് ഫംഗ്ഷൻ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്? ടു ലോവർ കേസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ടൈപ്പ് ക്യാരക്ടർ കൊടുക്കണം. ലോവർ കേസ് എടുക്കുന്ന എന്താണ്? ടു ലോവർ കേസ് എടുക്കുന്നത് ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചാർ CH അപ്പോൾ ചെയ്യണം നമുക്ക് ലോവർ കേസ് ലെറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ കേസ് അതിനെ റിട്ടേൺ ചെയ്യാം. ലോവർ കേസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ചെയ്യാം. അല്ലാതെ അപ്പർ കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ലോവർ കേസ് ആകെ റിട്ടേൺ ചെയ്യാം. ലോവർ കേസോ നമ്പേഴ്സോട് വരാം. അപ്പോൾ നമ്പേഴ്സോ ലോവർ കേസ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സെയിം കിട്ടി തന്നെ റിട്ടേൺ ചെയ്യും. പക്ഷേ ഒരു അപ്പർ കേസ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ലോവർ കേസ് ആക്കി റിട്ടേൺ ചെയ്യും. അപ്പോൾ അപ്പർ കേസിനെ എങ്ങനെ ലോവർ കേസ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടു ലോവർ കേസ് അപ്പർ കേസിനെ എങ്ങനെ ലോവർ കേസ് ആക്കാം? നമ്മൾ CH മൈനസ് ക്യാപിറ്റൽ A പ്ലസ് A ഇതെന്നാണ് സംഭവം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു CH ഉണ്ട്. നമുക്ക് ക്യാപിറ്റൽ B ആണ് നമ്മുടെ CH എന്ന് വെച്ചാൽ ക്യാപിറ്റൽ E മൈനസ് ക്യാപിറ്റൽ A. ക്യാപിറ്റൽ Bൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 പ്ലസ് 1 66 ആണ്. അപ്പം 66 മൈനസ് ക്യാപിറ്റൽ A. ക്യാപിറ്റൽ Aൻ്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 65 ആണ്. മൈനസ് 65 പ്ലസ് സ്മോൾ എ. സ്മോൾ എൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് 97. അതിൻ്റെ ആൻസർ എന്ത് വരും? 66 മൈനസ് 65 1 ആണ്. 1 പ്ലസ് 98 98 എന്ന് പറയുന്നത് ആസ്കി റെപ്രസെൻറ്റേഷൻ. 98 എന്തിൻ്റെ ആസ്കി റെപ്രസെൻറ്റേഷൻ ആണ്? സ്മോൾ ബിൻ്റെ ആസ്കി റെപ്രസെൻറ്റേഷൻ. അപ്പം 97 ക്യാപിറ്റൽ ആണെങ്കിൽ 98 ആണ് സ്മോൾ ബി. അപ്പം നമ്മൾ ക്യാപിറ്റൽ ബിനെ എങ്ങനെ ക്യാപിറ്റൽ സ്മോൾ ബി ആക്കി മനസ്സിലാക്കി. അതായത് മൈനസ് ക്യാപിറ്റൽ എ ചെയ്തപ്പോൾ 180 പ്ലസ് സ്മോൾ എ ചെയ്തപ്പോൾ നമുക്ക് സ്മോൾ ബി കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ ബിനെ സ്മോൾ ബി ആക്കാനുള്ള എങ്ങനെയാണ്? ക്യാപിറ്റൽ സ്മോൾ ബിനെ എങ്ങനെ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കും? അതും സെയിം ലോജിക്ക് പക്ഷേ തിരിച്ചെഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? CH ഫോർ എക്സാമ്പിൾ നമുക്കിட்ட കയ്യിലൊരു B സ്മോൾ ലെറ്റർ B ഉണ്ടായിരുന്നു. അതിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞാൽ 98 ആണ്. അപ്പം 98 മൈനസ് സ്മോൾ എൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. പ്ലസ് ക്യാപിറ്റൽ എൻ്റെ ആസ്കി വാല്യൂ 65 ആണ്. ഈക്വൽ ടു 1 പ്ലസ് 65 ഈക്വൽ ടു 66. 66 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആസ്കി വാല്യൂ ആണ്? ബിൻ്റെ ആസ്കി വാല്യൂ ആണ്. അപ്പം ക്യാപിറ്റൽ ബി. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്മോൾ ബിനെ സ്മോൾ ബിനെ കണ്ടുപിടി ചെയ്യുന്നത്? അതായത് ക്യാരക്ടറുടെ എന്തൊന്നാണ് ഏത് ലെറ്ററിനെ ക്യാപിറ്റലോ സ്മോളോ ആക്കേണ്ട ഈ രണ്ട് ഫോർമുലയാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ നോക്കുന്നു ടു ലോവർ കേസ് നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലേ? ഇഫ് CH അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ അതിനെ ലോവർ കേസ് ആക്കും. റിട്ടേൺ CH മൈനസ് ക്യാപിറ്റൽ A പ്ലസ് സ്മോൾ എ. ഇങ്ങനെയാണ് ലോവർ കേസ് ആക്കുക. നമ്മളായിട്ട് ലോവർ കേസ് അല്ല. അപ്പോൾ ഈ ഒരു ഫോർമുല പുറത്ത് ചെയ്യാം. ഇത് പുറത്ത് നമ്മൾ ആലോചിക്കാൻ മനസ്സിലാവുന്ന ഫോർമുലയാണ്. മനസ്സിലായില്ലേ? അപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലാതെ ബാക്കി എന്തോന്നോ ലോ ലെറ്റർ വന്നാലോ നമ്പേഴ്സ് വന്നാലോ എന്തായാലും റിട്ടേൺ കിട്ടിയ സാധനം റിട്ടേൺ. നമുക്ക് ഇത്ര ഉള്ള ടു ലോവർ കേസ് ഫംഗ്ഷൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്ത് നോക്കാം. Thank you so much.